നേരെ കാര്യം പറഞ്ഞോട്ടെ 7 വർഷം പ്രേമിച്ചത് എൻഗേജ്മെന്റ് റിംഗ് ഉണ്ടായിട്ടാണോ? ആണോ? സ്കൂളൊന്നും പറയല്ലേ, 9ാം ക്ലാസ്സിൽ തോറ്റതല്ലേ കാര്യം പറ. നീ തോറ്റാ? അതാണ് ഇവിടുത്തെ പ്രശ്നം. ജീവിതം അടുത്തൊരു സ്റ്റെപ്പ്, ഒരു ഘട്ടത്തിലോട്ട് പോവാന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടാണല്ലോ. എന്താ ഘട്ടത്തിന്റെ ഗായത? അപ്പൊ 9 തോറ്റിട്ടില്ല. 9 ഞാൻ സംസ്കൃതത്തിലാണ് തോറ്റ. ഒന്നും മിണ്ടാണ്ടിരിക്കോ? നിനക്കറിയാം മമൻ നാമം കിം? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ യോളോ ബൈ ശ്രീവിദ്യ മുല്ലച്ചേരി. ഞാൻ തന്നെ ശരിക്കും ഇൻട്രോ പറയാൻ മറന്നുപോയി. കാരണം കുറച്ച് നാളായി വ്ളോഗ് ഇട്ടിട്ട്. അത് ഞാൻ സ്ഥിരം പറയുന്ന പോലെ തിരക്കായിരുന്നു. ഇതൊക്കെ തന്നെയാണ് റീസൺ. പിന്നെ വിഷുവിൻ്റെയും പെരുന്നാളിൻ്റെയും ഒക്കെ തിരക്കിലായിപ്പോയി. അപ്പം ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും. ഇത് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും, പഴയ പോലെയല്ല. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കാലങ്ങൾക്ക് ശേഷം വ്ളോഗ് ഇടുമ്പം എന്തിടും എന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ എവിടെ കണ്ടാലും, ഇന്നലെ ഒരു Q&A ഇട്ടപ്പോൾ പോലും, Q&A ഇതിൽ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ പോലും മെസ്സേജ് ആയിട്ടും എനിക്ക് വരുന്ന ക്വസ്റ്റ്യനാണ്, എവിടെ കണ്ടാലും ആൾക്കാർ ചോദിക്കും എപ്പോഴാണ് കല്യാണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ കല്യാണത്തിൻ്റെ പ്ലാനിങ്ങിൻ്റെ കുറച്ച് തിരക്കുകളിലും ആയിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫൈൻ, കല്യാണത്തിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യാമെന്ന്. കാരണം ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റ് ഒന്നും ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻഗേജ്മെൻറ്റിൻ്റെ തൊട്ട് തലേദിവസം വൈകുന്നേരം എന്തോ ആണ് ഞാൻ ആരാണ് ഫിയാൻസിന്ന് പോലും പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇടുന്നത്. അപ്പം അതത്രയും ഡ്രമാറ്റിക്കായിട്ട് ഞാൻ ഇട്ടത് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്തിനാണ് കൂടുതൽ പിന്നെ സസ്പെൻസായിട്ടും സർപ്രൈസായിട്ടും വയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനെല്ലാം നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്. പിന്നെ അങ്ങനെ ഭയങ്കര ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അത് വെഡ്ഡിങ് ഡേറ്റ് ഡിക്ലെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല കല്യാണം കഴിക്കുന്നത്, എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായതുകൊണ്ടാണ് ഈ കാസര ഒഴിച്ചിട്ടിരിക്കുന്നത്. പുള്ളി വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയില്ല വരുമെന്ന്. വന്നില്ലെങ്കിൽ ഈ സാധനം ഇടാൻ പറ്റില്ലല്ലേ. ഫൈൻ, അപ്പോൾ പുള്ളി വരും ഉടനെ തന്നെ. അപ്പം എന്താണ് നിങ്ങളുടെ വിശേഷം അല്ലേ? വിശേഷം എന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലായിരുന്ന വിശേഷം ഈ ചൂടാണ്. ഞാൻ കുറച്ച് നേരം ഇവിടെ ഫാനും AC-യും ഓഫ് ചെയ്ത് ഇരുന്നപ്പോൾ തന്നെ ഞാൻ വേർക്കാൻ തുടങ്ങി. ഞാൻ മാത്രമല്ല, സകലരുടെ അവസ്ഥ ഇതാണ്. ഒന്ന് ജസ്റ്റ് പുറത്ത് പോയിട്ട് അകത്ത് കയറുമ്പോഴത്തേക്കും നമ്മൾ മൊത്തം വേർത്ത് തലയൊക്കെ ചണ്ടുമുണ്ടായിട്ടുണ്ടാവും. അതാണ് ചണ്ടുപിണ്ട് മീൻസ് പെട്ടെന്നാണ് ആലോചിച്ചത്. ചണ്ടുപിണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയൊക്കെ വേർത്ത് നനഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെയാണ് എല്ലാവരുടെയും അവസ്ഥ. അത് കാരണം സഹിക്കാൻ പറ്റാത്ത വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ തലയൊക്കെ വേർക്കുമ്പോൾ ഒന്നാമത് എനിക്ക് മൈഗ്രെയിൻ ഉള്ള ഒരാളാണ്. മൈഗ്രെയിൻ എടുത്ത് പ്രാന്തായി പോകും. മാത്രമല്ല ഈ തലയൊക്കെ ഇങ്ങനെ വേർക്കുന്നതുകൊണ്ട് ഡാൻഡ്രഫിൻ്റെ നല്ല പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ അറിഞ്ഞു എനിക്ക് മാത്രമല്ല സകല ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല, വേറെ ഈ ഡാൻഡ്രഫിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഈ ചൂട് കൊണ്ടായിരിക്കും മെയിനായിട്ട് റീസൺ. അപ്പോൾ അങ്ങനെ വിഷമിക്കുന്ന ഡാൻഡ്രഫുമായിട്ട് സ്ഥിരം ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷനും കൂടാവട്ടെ എൻ്റെ കല്യാണത്തോടൊപ്പം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒരു സൊല്യൂഷൻ പറയാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് മറ്റൊന്നുമല്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡായിട്ടുള്ള ന്യൂട്രിഡെർമിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയുമോ? നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. അതായത് ഫസ്റ്റ് യൂസിൽ തന്നെ ഇച്ചിങ് ഒക്കെ മാക്സിമം മാറിക്കിട്ടും. മാത്രമല്ല ഈ ഡാൻഡ്രഫിൻ്റെ ഫ്ലേക്സ് ഉണ്ടല്ലോ, അത് ഫസ്റ്റ് യൂസിൽ തന്നെ അത് മാറാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ ക്ലിംബസോൾ എന്നുള്ള ഒരു കണ്ടന്റ് ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ഡാൻഡ്രഫ് മാറാനായിട്ട് ഭയങ്കരത്തിൽ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഒരു ബാരിയർ പോലെ നിന്നിട്ട് ഡാൻഡ്രഫുമായിട്ട് ഫൈറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ Day 1 മുതൽ നമ്മുടെ സ്കാൽപ്പ് ഭയങ്കര കാം ഡൗൺ ആയിരിക്കും. അപ്പം ഞാനിതേ കുളി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കണ്ടന്റിലേക്ക് കടക്കണേക്കാളും എനിക്ക് ഒന്ന് റെഡി ആവാനുണ്ട്. അപ്പം അതിനേക്കാളും മുന്നേ എൻ്റെ സ്കിൻ കെയറിൽ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രൊഡക്റ്റ് കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ന്യൂട്രിഡെർമിൻ്റെ വൈറ്റമിൻ E മോയ്സ്ചറൈസിങ് ലോഷൻ ആണ് കേട്ടോ. അപ്പം ഇതിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് സ്പോട്ട്സും അതുപോലെ തന്നെ റെഡ്നെസ്സും ആക്നെ സ്പോട്ട്സും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മാത്രമല്ല ഓൾ ഡേ ഹൈഡ്രേറ്റ് ആയിട്ട് നമ്മളെ കീപ്പ് ചെയ്യുകയും ചെയ്യും. ഇത് ആൻറ്റി ഏജിങ്ങിനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. മാത്രമല്ല നമ്മുടെ സ്കിൻ റിപ്പയറിങ്ങിന് ഒരു ബാരിയറായിട്ട് പ്രവർത്തിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്താണെന്നറിയോ? ഇത് നമ്മുടെ സ്ട്രെച്ച് മാർക്ക് മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും.
ഞാൻ ഇതിടയ്ക്ക് പ്രൈമർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ഭയങ്കര കാം ആൻഡ് സൂത്തിങ് ആയിട്ടുള്ള ഒരു ഹൈഡ്രേറ്റിംഗ് ഫീൽ ഇത് തരാറുണ്ട്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആമസോണിലും നൈക്കയിലും ഐബേരിയയിലും മാത്രമല്ല ന്യൂട്രിഡമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ വേഗം കയറി നോക്കിക്കോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരാം. നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. ഹലോ, അപ്പം ഞാൻ ബാക്ക് ടു എൻ്റെ സീറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ ഗസ്റ്റിനെ വിളിക്കണം. ഗസ്റ്റെന്ന് വിളിച്ചാലേ വരുള്ളൂ എന്നും പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്നിട്ടും എന്തിനാണ് അങ്ങനെ ഒരു ഇൻട്രോഡക്ഷൻ്റെ ആവശ്യം എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് എൻ്റെ ചാനലിൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഫിയാൻസി രാഹുൽ രാമചന്ദ്രൻ. പ്ലീസ് വരണോ? ബാ വരൂ പ്ലീസ്. ഹായ് പ്ലീസ്. അയ്യോ, സ്വന്തമായിട്ട് ക്യാമറയൊക്കെ ആയപ്പോ ജാട കൂടി. ഓ, ഇത് നീ മേടിച്ചെന്ന ക്യാമറ ആണല്ലേ? വെറുതെ അല്ല, നിനക്കൊരു അഹങ്കാരം. സുഹൃത്തുക്കളെ, നിങ്ങൾ കാണുമ്പോൾ ഇവിടെ വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം അല്ലേ, ഇതിന്റെ ചുറ്റും എന്തൊക്കെ കിടക്കുന്നുണ്ടെന്ന് അതിന്റെ ആവശ്യമില്ല. ഇത് എൻ്റെ ഒരു സ്റ്റുഡിയോ റൂമാണ്. എൻ്റെ യൂട്യൂബിന്റെ ആവശ്യങ്ങൾക്കെല്ലാം വെച്ചിട്ടുള്ള ഞാനൊരു റൂമാണ്. പക്ഷെ അതൊരു പെമ്പിള്ളേരുടെ അപ്പാർട്ട്മെന്റ് ആകുമ്പോൾ അവിടെ ചിലപ്പോൾ ഹാൻഡ് ബാഗ്സ് ഉണ്ടാവും, കുറച്ച് ഡ്രസ്സസ് ഉണ്ടാവും, കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും. തിരിച്ചു കാണിച്ചു തരണമെന്ന് എനിക്ക് നല്ല കാര്യത്തിലോട്ട് കിടക്കാം. ഓക്കെ ഫൈൻ. അപ്പം നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കണ്ണു കുത്തിപ്പൊട്ടിക്കൂട്ടാ. സുഹൃത്തുക്കളെ, ഞാൻ പറയും, സുഹൃത്തുക്കളെ, ഞങ്ങൾ തമ്മിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എനിക്ക് വേദന എടുപ്പരുത്. എത്ര വർഷമായി? 1 വർഷവും ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസമായി. ഈ കയ്യിലെ മോതിരം നിങ്ങൾ കാണുന്നുണ്ടോ? എൻ്റെ എൻഗേജ്മെന്റ് എവിടെ? കാണിക്ക്, തൻ്റെ കാണിക്ക്. ഞാൻ കാര്യം പറഞ്ഞോട്ടെ, 7 വർഷം പ്രേമിച്ചത് എൻഗേജ്മെന്റ് റിംഗ് ഉണ്ടായിട്ടാണോ? ആണോ? എന്റെ അടുത്ത് ഷോയ്ക്ക് പോകുമ്പോ ഈ റിംഗ് മാച്ച് ആയില്ലെങ്കിൽ അത് ഊരി മാറ്റണം എന്ന് പറഞ്ഞ ആരാ? ഒരാൾക്ക് 2 വർത്താനം പാടില്ല. അത് ഞാൻ വീട്ടിൽ മറന്നുപോയി. എന്റെ വീട്ടിലല്ലേ? ശരി, വന്ന കാര്യത്തിലോട്ട് നടക്കാം. ഫൈൻ, ഞാൻ എന്റെ വീട്ടിലാണ്. അപ്പൊ പിന്നെ അപ്പം ഞങ്ങളൊരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് കാണുന്നത്. കാരണം കുറച്ച് നാളായി ഞങ്ങൾ കണ്ടിട്ട്. ഞങ്ങൾ എന്ത് കണ്ടാലും ഞാൻ കണ്ടന്റ് ഇടും, അറിയാലോ. അപ്പം അതുപോലെ ഒരു കണ്ടന്റ് അല്ലേ ഇത്? എനിക്കും ഭയങ്കര സന്തോഷമുള്ള കണ്ടന്റ്. സാധാരണ സന്തോഷം, സാധാരണ കുഴിമന്തിയൊക്കെ മേടിച്ചാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇവ വിചാരിക്കും ഡേറ്റിങ്ങിന് വിളിക്കാതെ. അല്ല, ഞാൻ കണ്ടന്റ് എടുക്കാൻ വിളിക്കാം. എനിക്കും വളരെ സന്തോഷമുള്ള ഒരു കണ്ടന്റ് ആണ്. അതുപോലെ എന്നും എന്നെ എവിടെ വെച്ച ആൾക്കാരെ ഉണ്ടായാലും 2 ചോദ്യം ചോദിക്കാറുള്ളൂ. ഒന്ന്, സിനിമ എന്തായി എന്നുള്ളത്. അതിന് തൽക്കാലം ഇപ്പം എൻ്റെ കയ്യിൽ ഉത്തരവില്ല. രണ്ടാമത്, കല്യാണം എന്നാണെന്നുള്ളത്. അപ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞായിരുന്നു സിനിമ കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കത്തുള്ളൂ എന്നുള്ളത്. അപ്പോൾ എൻ്റെ അമ്മ ജൂൽസിനെ കണ്ടാൽ പറഞ്ഞു, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നന്നാവും. ഇവന് ഭാഗ്യം വരണമെങ്കിൽ കല്യാണം കഴിക്കണം. ഇവിടെ അല്ല, കല്യാണം കഴിക്കണം. അല്ലല്ല, എന്നെ തന്നെ. അതായത് എൻ്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് ജാതകം ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇതെന്താന്ന് അറിയാം, ഞാൻ മുന്നേ പറഞ്ഞു വെക്കുന്നത്, ഇനി ഇത് കഴിഞ്ഞിട്ട് നീ വലിയ ഹൈറ്റ്സിൽ എത്തുമ്പോൾ ഇതൊരു പ്രൂഫായിട്ട് കിടക്കണം. അഥവാ പ്രൂഫായിട്ട് കിടക്കണം. അതിന്റെ ഇടയിൽ ഗ്രാമർ. ഓ, ഞാൻ CBSE ഒന്നും അല്ല, ഞാൻ ആർമി സ്കൂളിലൊന്നും അല്ല പഠിച്ചത്. ഞാനൊരു പിന്നെ ആർമി സ്കൂളൊന്നും പറയല്ലേ, 9ാം ക്ലാസ്സിൽ തോറ്റതല്ലേ? നീ തോറ്റാ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ല, ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത്? അയ്യോ, ഫ്ലോ പോയി. ഇല്ല, അതെ, അങ്ങനെ കിടക്കും. അഥവാ വേണ്ട, വേറെ ഒന്നും പറയണ്ട. സോ നമ്മളെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, അല്ല, അപ്പൊ ഞാൻ ഇത് പറഞ്ഞോട്ടെ. അപ്പം അങ്ങനെ കല്യാണം കഴിഞ്ഞാൽ നല്ലതാവും. അപ്പൊ ഞാൻ കരുതി ഓക്കെ, ക്യാമറയില്ലേ, നിനക്ക് എന്തും പറയാലോ. അങ്ങനെയല്ല, കല്യാണം കഴിയുമ്പോഴത്തേക്കും ശരിയാവും. അല്ലെങ്കിൽ ഞാൻ കരുതി ഓക്കെ, ജീവിതത്തിൽ ഒരു അടുത്തൊരു സ്റ്റെപ്പായിട്ട് ഏറ്റവും വലിയൊരു സ്റ്റെപ്പ് ഈ പറഞ്ഞ പോലെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി സിനിമ വരുമ്പോൾ പുറകെ വരട്ടെ. എനിക്കൊരു എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അപ്പൊ നിന്റെ ഭാവിക്ക് നല്ലത് വരാൻ വേണ്ടി മാത്രം നീ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്? അല്ല, ഒരിക്കലും അല്ല. നമ്മുടെ ജീവിതം അടുത്തൊരു സ്റ്റെപ്പ്, ഒരു ഘട്ടത്തിലോട്ട് പോവാന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടാണല്ലോ. എന്താ ഘട്ടത്തിന്റെ ഗായത? അപ്പൊ 9 തോറ്റിട്ടില്ല. 9 ഞാൻ സംസ്കൃതത്തിലാണ് തോറ്റ. ഒന്നും മിണ്ടാണ്ടിരിക്കോ? നിനക്കറിയാം മമൻ നാമം കിം? സംസ്കൃതത്തിന് എഴുതിയെടുത്തു ഞാൻ. എന്നിട്ട് റിപ്പീറ്റ് ഒന്നും ചെയ്തില്ല. ബൈ ദ വേ, ബാക്ക് ടു നമ്മുടെ കാര്യം കുറച്ച് സീരിയസ് ആണ്. പിന്നെ നമ്മൾ ബാക്ക് ടു നമ്മുടെ ഇത്ര സീരിയസ് ആവണ്ട, നമ്മൾ കല്യാണ മാറ്റേഴ്സിലേക്ക് നടക്കുകയാണെങ്കിൽ ഞങ്ങൾ എൻഗേജ്മെന്റ്, ഞാൻ നേരത്തെ ഈ കാര്യം സംസാരിച്ചു, നീ ഇവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഹൈഡ് ചെയ്തിട്ട് ചെയ്തൊരു പരിപാടിയാണ്. പക്ഷെ ലോകം മുഴുവൻ അറിഞ്ഞു, എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര ഹൈഡാക്കിയിട്ട് കാസർഗോഡ് കുമ്പള, അതായത് ബോർഡറിൽ കിടക്കുന്ന അകത്തുള്ള ഒരു റിസോർട്ടിലാണ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് നടത്തിയത്. പക്ഷെ സകലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈവൻ മീഡിയ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഞങ്ങൾക്ക് അന്ന് സംഭവിച്ചാണ്. അപ്പൊ
ഇപ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് എല്ലാവരും കല്യാണം ഇപ്പോൾ ഇനാഗ്രേഷന് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാൽ ഈവൻ നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വരെ നമ്മളെന്ന് വെച്ചാൽ ഞാനാണ് നീ റെയിൽവേ സ്റ്റേഷനിൽ വരാറില്ലല്ലോ കാറിൽ റെയിൽവേ സ്റ്റേഷനിലോ അതല്ലല്ലോ ഇവിടുത്തെ മാറ്റർ. അപ്പം നമ്മൾ വരുന്ന സമയത്ത് എല്ലാവരും നമ്മളടുത്ത് ചോദിക്കും കല്യാണം എന്നാന്ന് ചോദിക്കും. അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു ഇത് പക്ഷേ എൻഗേജ്മെന്റ് പോലെ ആവണ്ട, അങ്ങനെ നടത്തിയിട്ട് നമുക്ക് ഒരുപാടില്ല. ഇത് നമ്മുടെ സ്നേഹമുള്ള എല്ലാവരുടെ അടുത്തും നമ്മൾ പറഞ്ഞിട്ടേ നമ്മളിത് ചെയ്യുന്നുള്ളൂ എന്ന് ഞങ്ങൾ അങ്ങ് ഡിസൈഡ് ചെയ്തു. അപ്പം ആദ്യം പറയേണ്ടത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത്. അതെ, കാരണം എന്താണെന്നറിയോ, നമ്മൾ എൻഗേജ്മെന്റിന്റെ തലേദിവസമാണ് ഇൻട്രൊഡക്ഷൻ വീഡിയോ വിടുന്നത്. അതായത് എൻഗേജ്മെന്റിന്റെ അന്ന് രാവിലെ ഈ സാധനം ഔട്ട് ആവുന്നു, അങ്ങനെയാണ്. അപ്പം അതും ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. അത് നമ്മുടെ നമ്പർ 1 ട്രെൻഡിങ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്തെ വ്യൂ ഒക്കെ പോയിക്കൊണ്ടിരിക്കായിരുന്നു. അങ്ങനെ സപ്പോർട്ട് തന്ന നിങ്ങളുടെ മുന്നിൽ നമ്മൾക്ക് ഇത് ഇൻട്രോ ചെയ്യണമെന്ന് തോന്നി. ബൈ ദ വേ, ഇന്നത്തെ നമ്മുടെ ക്യാമറാമാൻ നന്ദുവിന്റെ ബ്രദറാണ് അനന്തു, അതുകൂടെ പറയണ്ടേ? ഓക്കെ, അപ്പൊ കുടുംബക്കാരുടെ ഒക്കെ നടുവിൽ നിന്നിട്ടാണ് നമ്മൾ ഈ കാര്യം പറയാൻ പോണത്. നമുക്ക് ഒരുമിച്ച് പറയാം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. കല്യാണം ഉറപ്പിച്ചിട്ട് കുറച്ചായി, കല്യാണ തീയതി ഉറപ്പിച്ചിരിക്കുകയാണ്. അതെ, അത് ഫ്രഷ് ആണ്. ഈ വരുന്ന ഇതിപ്പം ഏപ്രിൽ കഴിഞ്ഞു, അതായത് ഏപ്രിൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 8. അതെ, സെപ്റ്റംബർ 8-ാം തീയതി രാവിലെ 11:20-നും 11:50-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് ഞാൻ. അല്ല, ഒന്നുമില്ല. അപ്പൊ ആ സമയത്താണ് എറണാകുളത്ത് വെച്ചിട്ടാണ് കല്യാണം. അതിന്റെ തലേ ദിവസം അതിന്റെ മുന്നേ ഹൽദി, സംഗീത് എല്ലാ പരിപാടികളും തമ്പുരാട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10-ന് എവിടെയുണ്ട് നാട്ടിൽ, 10-ാം തീയതി എന്റെ നാട്ടിൽ വെച്ചിട്ടാണ് റിസപ്ഷൻ. കറക്റ്റ് നമ്മൾക്ക് ആയിട്ടില്ല കേട്ടോ, നമ്മളൊരു കല്യാണത്തിന്റെ ഡേറ്റ് മാത്രമേ കറക്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ. എന്താണ് ഇത്ര വൈകിയെന്ന് ചോദിക്കുന്നവർക്ക് ഒരുപാട് പേരുടെ അടുത്ത് നമ്മൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ അമ്മമ്മ മരിച്ചു. അപ്പൊ അമ്മമ്മ മരിച്ച് മിനിമം ഒരു 6 മാസമെങ്കിലും കഴിയാണ്ട്, ഏപ്രിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. മിനിമം ഒരു 6 മാസമൊന്നും കഴിയാണ്ട് ഞങ്ങളുടെ ഫാമിലി അതിനുള്ള ഒരു പ്രിപ്പറേഷനിലല്ല, അങ്ങനെ പറ്റില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ടാണ്. പിന്നെ ഈ മലയാള മാസം കർക്കിടകം ഒന്നും പറ്റത്തില്ല. പിന്നെ ജൂണിൽ എൻ്റെ ബർത്ത്ഡേ മന്താണ്, ജൂലൈയിൽ ഇവന്റെ ബർത്ത്ഡേ മന്താണ്, അങ്ങനെ കല്യാണം നടത്താൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങളുടെ ഫാമിലിക്ക് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ കർക്കിടകമാണ്. കർക്കിടകം കഴിഞ്ഞിട്ട് ചിങ്ങം, അതായത് നമ്മുടെ ഓണത്തിന് തൊട്ട് മുന്നെയാണ്. ഓണം നമ്മുടെ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോൾ ഓണം. ശ്രീതി മുല്ലശ്ശേരിയുടെ ഇത്തവണത്തെ ഓണം തിരുവനന്തപുരത്ത് ബോളിയും കൂട്ടി പായസം കഴിക്കാം. അപ്പം ഇതാണ് നമ്മുടെ കല്യാണ തീയതി. ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കൊരു മറുപടിയായി. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അതെ അതെ, എല്ലാവരും ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വിവാഹിതരാകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇന്നലെ ആക്ച്വലി നമ്മളിത് ആദ്യം നമ്മുടെ ഫാമിലി അല്ലാണ്ട് പുറത്ത് പറയുന്ന ഒരാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ആൻറ്റീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്നലെയാണ് ഇത് പ്ലാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മീറ്റ് ചെയ്തത്. അപ്പോൾ ഞാനും തിരിച്ച് കൊച്ചിയിലെത്തി. അപ്പം നമ്മൾ മീറ്റ് ചെയ്തപ്പം ഒരു ആൻറ്റി നമ്മളെ അടുത്ത് വന്നിട്ട്, അയ്യോ നിങ്ങളുടെ കല്യാണം എന്നാ ക്രോസ് വേൾഡിൽ വെച്ചിട്ട് എന്താ പറയാത്തത് ഒരു ആൻറ്റി ഇന്നലെ നമ്മളെ അടുത്ത് ചോദിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഉറപ്പായിട്ട് നമ്മളിത് എല്ലാവരുടെ അടുത്തും ഡിസ്ക്ലോസ് ചെയ്യാന്നുള്ളത്. അതുകൂടെ ഇതിനൊരു റീസണാണ്. താങ്ക് യു ആൻറ്റി. പേര് മറന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ. അതെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പൊ ഇനി തൊട്ട് എല്ലാ തവണയും ഇനി ഇതിന്റെ ഓരോരോ കണ്ടന്റുകളായിട്ട് ശ്രീതിയ മുല്ലശ്ശേരി വിറ്റ് ജീവിക്കുന്നതായിരിക്കും. അതെ, ഓരോന്നായിട്ട് എന്തൊക്കെ പരിപാടികളുണ്ട്. ഇനി തുണി എടുക്കുക, എന്റെ അമ്മയൊക്കെ അവിടെ ഓൾറെഡി തുണി എടുക്കുക, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. ഗോൾഡ് മേടിക്കുക, അത് ഇത് എന്നൊക്കെ പറഞ്ഞു ഒരു ലോഡ് പരിപാടികൾ. അപ്പം വരും ദിവസങ്ങളിൽ നീ എന്തുകൊണ്ട് ഇത്രയും നാൾ ആക്റ്റീവ് ആയിരുന്നില്ല? 1 മാസമായി യൂട്യൂബിൽ. അല്ലല്ല, എനിക്ക് ആക്ച്വലി ഞാൻ നാട്ടിലായിരുന്നു. അപ്പോൾ എൻ്റെ ക്യാമറ ടീമും എൻ്റെ എഡിറ്റിംഗ് ടീമും മൊത്തം കൊച്ചിയിലായിരുന്നു. പിന്നെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻട്രോയിൽ ഞാൻ തെയ്യം, പിന്നെ വിഷു, അങ്ങനെ കുറച്ച് ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ ആയിട്ട് ഞാനങ്ങ് ഭയങ്കര തിരക്കായി പോയി. അങ്ങനെ എന്തായാലും ഇനി ശ്രീതിയ മുല്ലശ്ശേരി റെഗുലർ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ ഞാൻ ഉൾപ്പെടെയുള്ള സബ്സ്ക്രൈബേഴ്സ് അതിൽ ദുഃഖിതരാണ്. എന്തിന്? വീഡിയോസ്. ഓക്കെ, ഫൈൻ. അപ്പം നിങ്ങൾ എല്ലാവരും നമ്മുടെ കല്യാണ ബഹളത്തിന്റെ കൂടെ വരണം കേട്ടോ. ഈവൻ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ വരെ നിങ്ങളുടെ ഒപ്പീനിയൻ നമുക്ക് വേണം. അതെ, അതാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ഒരു നമ്മുടെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണക്കുറി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടണം, ഇന്നതാണ് കൊള്ളാം. എല്ലാത്തിനും നിങ്ങളുടെ ഒപ്പീനിയൻ വേണം കേട്ടോ. അതെ, ഞങ്ങളുടെ കല്യാണം നമ്മൾ ചേർന്ന് നടക്കുന്നു. അതെ, ഇത് ഞങ്ങളുടെ കല്യാണം നിങ്ങൾ ചേർന്ന് നമ്മൾ നടത്തി തരണം. നിങ്ങൾ അതിനുള്ള ഉത്തരവാദിത്തം കാണിക്കണം. ഭയങ്കര ചൂട്. അതെ, അപ്പോ താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങൾ ഉരുകി ഇവിടെ ഇല്ലാണ്ടാവും. അടുത്ത കല്യാണ കണ്ടന്റുകളുമായി കാണാം. ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ നിങ്ങളും ജോയിൻ ചെയ്യുക. ഇന്ന് മുതൽ ഞങ്ങളുടെ കല്യാണത്തിലുള്ള ഉത്തരവാദിത്തം കാണിക്കാം. 4 മാസം നമുക്ക് മുന്നിലുണ്ട്. നമ്മൾ പെട്ടെന്ന് എല്ലാം കൂടെ ചെയ്യണം.
സോ താങ്ക് യു സോ ഞാൻ തൊഴുതിരിക്കുകയാ കുറച്ച് നേരമായിട്ട്. തെയ്യുണ്ടോ? ഓക്കെ. അപ്പൊ thank you. അപ്പൊ താങ്ക് യു സോ മച്ച്. ഡു പറയടാ. Subscribe, like, സെപ്റ്റംബർ മുതൽ ഇത് നീയാണ് പറയേണ്ടത്. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. button. ബെൽ ബട്ടൺ ടിങ് ടിങ്. ബൈ.